ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അൻഷുസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് വർത്താനം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അൽഹംദുലില്ലാ, നമുക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ കാണല്ലേ? ഇന്നായി മാത്രമൊന്നുമില്ല കേട്ടോ. ഇന്നൊരു 9 മിനിറ്റ് ഉള്ളൂ, പിന്നെ കുറച്ചുള്ളൂ കേട്ടോ. അതിൽ കുറച്ച് ഭാഗം മാത്രം നമ്മളിങ്ങനെ ഉൾപ്പെടുത്തിയേക്കാം. അപ്പോൾ അതാണ് നമ്മൾ ഉഴുന്നും അരിയൊക്കെ അരച്ച് വെച്ചിക്കണേ. നമുക്കിന്ന് അപ്പം ചുട്ടോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നും ഈ ചീയപ്പമൊക്കെ ആയിട്ട് മക്കൾക്ക് പിരാന്ത് പിടിച്ചാണ്. അപ്പോൾ 2 ദിവസം അടുപ്പിച്ച് ഇപ്പോൾ ചീയപ്പം ചുട്ടില്ലേ. മിഞ്ഞാന്നും ചീയപ്പം, ഇന്നലെയും തന്നെ ആ മാവ് ബാക്കി ഉണ്ടായിക്കാണ്ട് ചീയപ്പം ചുട്ട്. അപ്പോൾ മക്കൾക്ക് പിരാന്താണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പം ഇനി ചീയപ്പം ചുടണ്ട വിചാരിച്ചിട്ട് ഞാൻ തലേന്ന് തന്നെ അരിയൊക്കെ കുതിർത്ത് പിന്നെ ഉഴുന്നൊക്കെ ഇട്ടുക്കണേ. അപ്പോൾ നമുക്ക് അപ്പം ചൂടാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി അല്ല കേട്ടോ, ഇന്ന് അപ്പമാണ്. അപ്പോൾ അങ്ങനെ ചായപ്പൊടിയും പഞ്ചാരയൊക്കെ ഇട്ടിങ്ങനെ കേട്ടോ ചായയിൽ. അപ്പോൾ നമുക്കൊരു ഗ്ലാസ് കുടിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഈ കട്ടൻ ചായ പതിവാണ് കേട്ടോ. എന്നും കുടിച്ച ചേലായതുകൊണ്ട് തന്നെ കിട്ടാൻ ഞാൻ വല്ലാത്തൊരു പൊറുതിയേടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ചായപ്പൊടിയും പഞ്ചാരയൊക്കെ ഇട്ട് വന്ന് ഇനി നമുക്ക് അപ്പം ചൂടാം. അപ്പോൾ ഏതായാലും നമ്മൾ ചട്ടിയൊക്കെ എടുത്ത് ഒന്ന് കേക്ക് കൊണ്ടുവരട്ടെ. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ നമ്മളെല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ തുടർന്ന് നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണേ ചട്ടിയൊക്കെ ചൂടായിക്കണേ. അപ്പോൾ ഞാൻ എന്താട്ടിന്നറിയാം, നാളെ ഞാൻ യൂട്യൂബിൽ കണ്ടിന് കേട്ടോ ഒരു ഷോർട്ട് വീഡിയോയിൽ, പിന്നെ കുഞ്ഞി അപ്പം ചൂടണം കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര ഒരു പൂതി കേട്ടോ, അങ്ങനെ ഒന്ന് ചുട്ടോക്കാൻ. അപ്പോൾ ഞാനും ഏതായാലും ഒന്നിങ്ങനെ പാർന്ന് നോക്കിട്ടോ എങ്ങനെ ഉണ്ട് എന്നറിയാലോ നമുക്ക്. ഈ മാവ് കൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പം ചുടുന്നത്. അപ്പോൾ നമ്മൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ ഞാനൊന്നിങ്ങനെ പാർന്ന് നോക്കിട്ടോ. അപ്പോൾ നല്ല രസം കേട്ടോ കാണാൻ. കുഞ്ഞനപ്പം ആകുമ്പോൾ കാണാനും ചൊറുക്കാണ്, തിന്നാനും രസമാണല്ലോ. അപ്പോൾ അതിൻ്റെ നടുക്കൊക്കെ ഓരോ ഹോൾസൊക്കെ വന്നിക്കണേ. അപ്പോൾ പിന്നെ ഞാൻ അത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കണ്ട് ഒന്ന് വേവിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ആ അപ്പം കണ്ടപ്പോൾ തുടങ്ങി മക്കൾ ചോദിച്ചു ഇതെന്തൊരപ്പ കാരണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ആ അപ്പൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഓരറിയാം ഞങ്ങൾക്ക് അങ്ങനത്തെ കുഞ്ഞപ്പം വേണ്ട, ഞങ്ങൾക്ക് വലുത് മതിയായിരുന്നു. അപ്പം എന്നാൽ പിന്നെ ഇനി വലിയ തന്നെ ഞാൻ പരത്താറിന്, അതും നല്ല മൊരിച്ചിട്ട് മതിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ദിവസമായിക്കണം കേട്ടോ നമ്മളെ മസാല ദോശ ഉണ്ടാക്കിയിട്ട്. അത് ചൂടാനുള്ള മടി എന്താണെന്നറിയാം, ചട്ടിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചു, അതുകൊണ്ട് തന്നെ കുടുങ്ങും പിന്നെ മനസ്സിന്. അത് എഴുതിയിട്ട് പിന്നെ ഞാൻ ആ അപ്പം ചൂടൽ അങ്ങനെ നിർത്തിയതാണ് കേട്ടോ. ഇപ്പോൾ മസാല ദോശയൊക്കെ തിന്നാനൊക്കെ പൂതി ആയിക്കണം. മക്കളങ്ങനെ പറയട്ടോ മസാല ദോശ ഉണ്ടാക്കി തരും. പക്ഷേങ്കിൽ ആ ചട്ടിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ നമ്മളെ അപ്പം ചൂടിൻ്റെ പൂതിയൊക്കെ മാറും കേട്ടോ. അതുകൊണ്ടാണ് അപ്പം ചൂടാത്ത, അല്ലാതെ തിന്നാൻ പൂതിയില്ലായിട്ടൊന്നല്ല. അപ്പം ഞാനങ്ങനെ അപ്പമൊക്കെ അങ്ങനെ അടുപ്പത്ത് ചുടുന്നുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ ചിരണ്ടി എടുക്കാണ് കേട്ടോ. നമുക്കിന്ന് ചട്ടിനിയാണ് കേട്ടോ. ഈ അപ്പത്തേക്ക് ചട്ടിനി മണം മക്കൾക്ക്. അതേ പറഞ്ഞ മാതിരി ഇഡ്ഡലിക്കാണെങ്കിൽ സാമ്പാർ, അതൊക്കെ ഒരു പുടുത്താണ് മക്കൾക്ക് കേട്ടോ. അപ്പം ഞാൻ ഏതായാലും കുറച്ച് തേങ്ങ ചിരണ്ടി എടുത്തിക്കണേ. നമുക്കിനി കുറച്ച് പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ചട്ടിനി ഉണ്ടാക്കിയെടുക്കാം. അപ്പം അങ്ങനെ ഇതാക്കണേ. നമ്മൾ അരിയല്ല തേങ്ങ കരച്ചിക്കണം കേട്ടോ. കടുകും കരിവേപ്പും പൊട്ടിച്ചിട്ട് നമ്മളെ തേങ്ങ അരച്ചതും പറന്നു. അപ്പോൾ നല്ലപോലെ വെള്ളത്തിലൊന്നും പോലെ ആക്കണില്ല, കുറച്ച് കുറുന്നനെയൊക്കെ ഇട്ട് ഉണ്ടാക്കിക്കണം കേട്ടോ. പിന്നെ സോപ്പും കൂടി ഇട്ടെടുത്ത് സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മളെ ചട്ടിനി റെഡിയായേ. അപ്പോൾ ഇതാക്കണേ ചട്ടിനി റെഡിയായി. പിന്നെ നമുക്കിന്ന് കുറച്ച് കോഴി ഞാൻ കൊണ്ടുവച്ചേക്കണം കേട്ടോ. വനാര മക്കളെ മീനില്ല, അപ്പോൾ കോഴി കൊണ്ടുവച്ച രണ്ടെണ്ണം എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് കോഴി കൊണ്ടുവന്ന് വെച്ചേക്കണേ. ഒരു കൂട്ടാനും ഇല്ല, ഞാൻ ചോറ് തിന്നാൽ പോകില്ല, ഒരു എന്തൊക്കെയോ മാതിരിയാണ് കേട്ടോ. നമുക്ക് കുഴപ്പമില്ല, മക്കൾക്കാണ് കേട്ടോ കുഴപ്പം. ഒരു കൂട്ടാനും ഇല്ലെങ്കിൽ ഭയങ്കര ഒരു നുള്ളിപ്പുറുക്കലാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സോപ്പിട്ടാലൊക്കെ പിന്നെ അങ്ങനെ തിന്നോളൂ കേട്ടോ. അപ്പം ഇനിയിപ്പോൾ കുറച്ച് കൊണ്ടുവന്നാലും ഓരോ കണ്ടാണെങ്കിലും തുള്ളി കൂട്ടാനുണ്ടാവുമല്ലോ, അത് വിചാരിച്ചിട്ടാണ് കേട്ടോ കോഴി ഞാൻ കുറച്ച് കൊണ്ടുവന്നത്. അപ്പോൾ അത് തുള്ളി വെള്ളത്തിലാണ് വറ്റിച്ചും ചേച്ചാൽ പിന്നെ കുറച്ച് നെയ്ച്ചോറുമാണ് വെക്കാമെന്ന് കരുതിട്ടോ. അപ്പം അങ്ങനെ ഇതാക്കണേ. നെയ്ച്ചോറിന് ഞാൻ എന്താട്ടി കുറച്ച് ഓയിലും കുറച്ച് നെയ്യൊക്കെ പറന്ന് പിന്നെ ഏലക്കായും കറാമ്പൂവും ഒക്കെ പൊട്ടിച്ച് ഉള്ളി ഇട്ടുകൊടുത്ത് പിന്നെ നമ്മളെ നെയ്ച്ചോറ്റോലുണ്ടല്ലോ അതും ഇട്ടുകൊടുത്ത് കാണ്ട് ഉപ്പിട്ടിട്ട്
നമുക്ക് നല്ലോണം ഒന്ന് തിളപ്പിച്ചട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണി അരിയോ നെയ്ച്ചോറ് അരിയോ ഒന്നും വെച്ചിട്ടല്ല കേട്ടോ നമ്മൾ നെയ്ച്ചോറ് വെക്കുന്നത്. നമ്മളെ സാധാരണ പച്ചരി ഇല്ലേ അത് വെച്ചിട്ടാണ് കേട്ടോ. നമ്മൾ ചായക്കൊക്കെ കടി ഉണ്ടാക്കണേ ആ അരി വെച്ചിട്ടാണ് നെയ്ച്ചോറ് വെക്കുന്നത്. അത് പാകത്തിനാക്കിക്കാണ്ട് വെച്ചാൽ നല്ല ചോറ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു 2 അരി എടുത്തുക്കണം കേട്ടോ. അപ്പോൾ അത് ഒന്ന് നമുക്ക് കുക്കറിലിട്ട് കാണ്ട് വേവിച്ച അതിന് പാകത്തിന് വെള്ളം വെച്ചിക്കണം കേട്ടോ. അപ്പോൾ ഈ അരിക്കും നമ്മൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം തന്നെയാണ് കേട്ടോ വെക്കുന്നത്. അങ്ങനെയാണ് കേട്ടോ ഈ ഒരു ചോറും വെക്കലും വെച്ചെങ്കിൽ നല്ല ചോറ് കഴിക്കാൻ കേട്ടോ. പെട്ടെന്ന് വിസിൽ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ മറ്റേ സാധാ ചാക്കരി ചോറൊക്കെ വെക്കണ പോലെ തന്നെ വിസിൽ വരുന്ന മുന്നേ തന്നെ അവിടെ ഓഫാക്കിയിട്ടാൽ കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ നല്ല ചോറ് കഴിക്കാൻ കേട്ടോ. നമ്മളെ പച്ചരി കൊണ്ട് വെച്ചാൽ അതൊന്നും അറിയില്ല കേട്ടോ. പിന്നെ നമ്മളെ കോഴി ചാറക്കാൻ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി വെച്ചിനി അതിക്ക് ഞാൻ നമ്മളെ കോഴിയൊക്കെ ഓരോന്നോരോന്ന് അങ്ങനെ പൊക്കിയിട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പം ഇനി അതവിടെ കടന്ന് തിളച്ച് വേകട്ടെ. ഇപ്പോൾ ചെറുക്കന് കൊണ്ടാകാനുണ്ടായതുകൊണ്ടാണ് നമ്മൾ നേരത്തെ കാലത്തെ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ആക്കം പോലെയൊക്കെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ ഇതാക്കണേ നമ്മളെ കോഴിയൊക്കെ ഇതാക്കണേ ചട്ടിയിൽ കടന്ന് അങ്ങനെ കളകള കളകളകളാ പറഞ്ഞിട്ട് അങ്ങനെ തിളക്കണുണ്ട് കേട്ടോ. പിന്നെ ലേസം ഒരു കുറച്ച് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം അങ്ങനെ ചിക്കൻ മസാല ഇട്ട് കൊടുത്ത് കുറച്ച് കരിയേപ്പും പിന്നെ നമ്മൾ മല്ലിച്ചപ്പുണ്ടല്ലോ അതും പാടിട്ട് കൊടുക്കാം. കരിയേപ്പിൻ്റെ എല്ലാം ഞാൻ മറന്നീനിട്ട് ഇട്ട് കൊടുക്കാൻ നമ്മൾ ആ ഉള്ളി വാട്ടിയപ്പോൾ പിന്നെ ഞാൻ ഇപ്പോഴാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇപ്പോൾ ഇട്ട് കൊടുത്താലും മതിയല്ലോ അതിൻ്റെ ചൂരും മണമൊക്കെ ഉണ്ടാകാൻ. അപ്പോൾ ഇതാ നമ്മൾ ചോറ് ഇതാക്കണം വെന്തിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വിസിൽ വരുന്നതിൻ്റെ മുന്നേ തന്നെ ഓഫാക്കി വെച്ചു. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ആകാണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താട്ടി ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചിക്കാണ്ട് ഒന്നും കൂടി സെറ്റാക്കി കിട്ടും. ആവിക്ക് തന്നെ മൂടി വെച്ചാൽ അങ്ങനെ കടന്ന് വന്നോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ചോറായി കൂട്ടാനായി പിന്നെ നമ്മളെ കുട്ടിക്ക് പോകാനായി. അപ്പോൾ പിന്നെ ഓന് ഞാനുള്ളത് നമ്മളെ വെട്ടപ്പാത്രത്തിൽ ആക്കി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ഓൻ്റെ ചോറും കൂട്ടാനൊക്കെ വെട്ടപ്പാത്രത്തിലാക്കിയിട്ട് ഓനെ പറഞ്ഞേക്കാം. പിന്നെ മക്കളൊക്കെ മദ്രസക്ക് പറഞ്ഞയച്ചു. പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. എന്നും ഇപ്പം എത്താ ഇങ്ങനെ കൊണ്ടുതന്നെ ഈ ഒരു ചോറും കൂട്ടാനും വെക്കണ വീഡിയോസ് എന്നെ കണ്ട് നിങ്ങൾക്ക് ഈറൊടിച്ചാൽ തുടങ്ങിയിരിക്കണോ മക്കളെ ഉണ്ടെങ്കിൽ പറയണ്ടിട്ടോ. ഇച്ചിങ്ങനെ പിരാന്തൊടിച്ചാൽ തുടങ്ങിയിരിക്കണം ഈ തന്നെയായിട്ട്. പിന്നെ എന്തെങ്കിലും ഒരു വീഡിയോ മാണ്ടേന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇത് എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നത്. അപ്പം ഇനി എച്ച് പറയാൻ പൊടിയാടില്ല മക്കളെ. ഇതിപ്പം എത്താവുന്നില്ലത്. ഏതായാലും നിങ്ങൾ ഇങ്ങനത്തെ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക അല്ലേ. അപ്പം ഞാൻ പറയണത് ഒരു പുതിയ ഒരു കണ്ടൻറ്റും കാര്യമൊന്നും ഇപ്പോൾ ഇല്ല. ഈ ഒരു ചോറും കൂട്ടാനൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അതൊക്കെ കണ്ടാണ്ട് പൊരുത്തപ്പെട്ടളി അല്ല അപ്പം ഞങ്ങളോടൊക്കെ പറയണത്. അപ്പോൾ നോക്കാണി നമ്മൾ പിന്നെ മാറാലൊക്കെ കുറച്ചിങ്ങനെ എല്ലാം മാതിരി തോന്നിയിട്ടാണ്. അപ്പോൾ ഒന്ന് മാറാലൊക്കെ ഒന്ന് തട്ടിയെടുക്കട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് അടിച്ചോരി തുറക്കാനേ ആദ്യം മാറാലട്ട എന്നിട്ട് പിന്നെ അടിച്ചോരി തുറക്കുക. അതാണ് കേട്ടോ നമ്മൾ കാട്ടൽ. അപ്പം അങ്ങനെ ജനാൽമലും പിന്നെ ചോരുമലൊക്കെ എല്ലാം ഒക്കെ ഒന്ന് തട്ടി കൊട്ടുകയാണ് കേട്ടോ. ഇനി 5 മാസം ആയില്ലേ. അപ്പോൾ കുറച്ചൊന്ന് നമുക്ക് നമ്മളെ പെരയും കൂടിയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണ്ടേ. അപ്പം ഇനി ആ ഒരു നനച്ചുളി വേറെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ മാറാലൊക്കെ തട്ടിയിട്ട് ഒന്ന് അടിച്ചോരി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പെയിൻ്റ് അടിച്ചിട്ടില്ല വീഡിയോ ഞാൻ ഇട്ടിട്ടില്ലല്ലോ. ഇൻഷാ അല്ലാ ഞാൻ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഞാൻ ആ വീഡിയോ ഇടണ്ട് കേട്ടോ. നോക്കട്ടെ. റൂമൊന്നും പെയിൻ്റ് അടിച്ചിട്ടില്ല. ഈ ഹാള് മാത്രം ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ദിവസം കമൻറ്റ് ഉണ്ടായിനി എന്താ വീട് പെയിൻ്റ് അടിച്ചിട്ട് കാണിച്ചു തരാഞ്ഞെന്നുള്ളത്. ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. നോക്കട്ടെ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വീഡിയോ എടുത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്യാസും കുറ്റി നിറച്ച് വെച്ചിക്കണ്. അപ്പോൾ അതതിൻ്റെ യഥാർത്ഥ സ്ഥാനത്ത് കൊണ്ടുപോയി വെക്കട്ടെ കേട്ടോ. കുറച്ച് ദിവസമായി ഇപ്പോൾ അതിങ്ങനെ തട്ടിക്കളിച്ചവിടെ തന്നെ നിൽക്കണം. 2 ദിവസമായി. അപ്പോൾ അതവിടെ കൊണ്ടുപോയി വെച്ചിട്ട് വരട്ടെ. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ്. അപ്പം പുതിയ വീഡിയോ ആയിട്ട് നാളെ വരണ്ട കേട്ടോ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.